കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മു കാശ്മീരിലെത്തി ശ്രീനഗറിൽ സായുധ സേനയിലെ സൈനികരുമായി കൂടിക്കാഴ്ച നടത്തി. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള ആദ്യ ജമ്മു കാശ്മീർ സന്ദർശനമാണ് രാജ്നാഥ് സിംഗിൻ്റേത്. അതേസമയം പുൽവാമയിൽ സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 3 ജെയ്ഷെ ഭീകരർ കൊല്ലപ്പെട്ടു. സ്വാതി സന്തോഷ് വിവരങ്ങളുമായി ചേരുകയാണ്. സ്വാതി, ഏറ്റവും പ്രധാനപ്പെട്ടത് അതിർത്തി കടന്ന് ഭീകരർ ഇപ്പോഴും എത്തുന്നു എന്നുള്ളത് ആശങ്ക ജനിപ്പിക്കുന്ന ഒന്നാണ്. 1, 2 എന്തൊക്കെയാണ് രാജ്നാഥ് സിംഗ് സൈനികരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞത്? അജിംഷാദ്, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ തന്നെ നിരവധിയായിട്ടുള്ള ഈ അതിർത്തി മേഖലകളിൽ കനത്ത ജാഗ്രത സൈന്യം തുടരുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവന്തിപ്പുര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ, പുൽവാമ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഏറ്റുമുട്ടൽ, ഭീകരരുമായുള്ള ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ട്. ഇന്ന് പുൽവാമയിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് 3 ജെയ്ഷെ ഭീകരരെ അടക്കം സൈന്യം വധിച്ചതായിട്ടുള്ള വാർത്തകൾ ലഭ്യമാകുന്നത്. ഏകദേശം 48 മണിക്കൂറിനുള്ളിൽ ഇത് 2ാമത്തെ ഏറ്റുമുട്ടലാണ്. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വിവരത്തെ തുടർന്ന് നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ ഭീകരരെ വധിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മേഖലയിൽ ജമ്മുകാശ്മീർ പോലീസും സൈന്യവും CRPFും ചേർന്നുകൊണ്ട് ഒരു സംയുക്ത തെരച്ചിൽ തന്നെ തുടരുകയാണ് ഇപ്പോഴും. ഇതിൻ്റെയൊക്കെയും പശ്ചാത്തലത്തിൽ തന്നെ അതിർത്തി മേഖലകളിലെ സുരക്ഷയൊക്കെയും സംബന്ധിച്ച വിശദീകരണങ്ങളും വിശകലനങ്ങളും ഒക്കെയും നടക്കുന്നുണ്ട്. അതിൻ്റെ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീനഗർ സന്ദർശിച്ചിട്ടുള്ളത്. ശ്രീനഗറിലെത്തി ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ടുള്ള സൈനികരെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ശക്തമായ മറുപടി കൊടുത്തിട്ടുണ്ടെന്നും അതോടൊപ്പം തന്നെ അതൊരിക്കലും പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, പാകിസ്ഥാന് അത് മറക്കാൻ കഴിയില്ല എന്നും ഭീകരർക്കും അത് മറക്കാൻ കഴിയില്ല എന്നുള്ള സൂചനയാണ് ഇപ്പോൾ സേനാംഗങ്ങളുമായി സംസാരിക്കവേ രാജ്നാഥ് സിംഗ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത്തരത്തിൽ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വലിയ അഭിമാനമാണ്, സൈന്യത്തെ ആലോചിച്ച് വലിയ അഭിമാനമുണ്ട്. പ്രതിരോധ മന്ത്രി ആകുന്നതിന് മുമ്പ് തന്നെ താനൊരു ഇന്ത്യൻ പൗരനാണ്. ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ തന്നെയാണ് തനിക്ക് അഭിമാനമുള്ളത്. അത്തരത്തിൽ സൈന്യത്തെ വലിയ രീതിയിൽ ആശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെയും പശ്ചാത്തലത്തിൽ ഇന്നവിടെ വലിയ കൂടിക്കാഴ്ചകളും അതോടൊപ്പം ജനങ്ങളെ അടക്കം അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയുമാണ് പ്രതിരോധ മന്ത്രി എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ചില വിവരങ്ങൾ, ഈ അതിർത്തി മേഖലകളിൽ ഇപ്പോൾ സുരക്ഷകൾ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെയും മാറ്റിക്കൊണ്ട് അതേസമയം തന്നെ കടുത്ത നിരീക്ഷണം തുടരുന്നുണ്ട്. സ്കൂളുകളടക്കം ഇപ്പോൾ തുറന്നു പ്രവർത്തിച്ചിട്ടുണ്ട്. 5ഓളം ജില്ലകൾ, അതിർത്തി ജില്ലകളിലെ സ്കൂളുകൾ ഇന്ന് തുടർന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ജനജീവിതം സാധാരണഗതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അജിംഷ. ശരി സ്വാതി.